സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയുടെ സങ്കടങ്ങളെല്ലാം മുരളിയോട് പറയുന്നുണ്ട്. നന്ദന് മാത്രമല്ല മുരളിയേട്ട, ഇപ്പം അമ്മയ്ക്കും അതുപോലെ തന്നെ മാറ്റമുണ്ട്. എന്തോ ആലോചിച്ചിരിക്കണ പോലെ എപ്പോഴും, അതുപോലെ തന്നെ അമ്മയ്ക്ക് എപ്പോഴും സങ്കടം, പഴയ അമ്മയെ അല്ല ഇപ്പോൾ എന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനെന്തായിരിക്കും കാര്യം, പ്രഭാൻറ്റിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നന്ദുവിൻ്റെ ഈ വിഷമം കണ്ടിട്ട് അമ്മ അങ്ങനെ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കെവിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, കെവിനുമായി സംസാരിച്ച് ഇതിനൊരു തീരുമാനമാക്കണമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കെവിൻ അങ്ങോട്ട് വരുന്നുണ്ട്. കെവിനോട് ദേവിക ചോദിക്കുന്നുണ്ട്, കെവിൻ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഓഫീസിൽ, പിന്നെ ഇപ്പോഴും നന്ദു പഴയതുപോലെ തന്നെ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 2-3 ദിവസം നന്ദു കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും ഒരു മൂഡ് ഓഫ് ആണെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തോന്നണതാ. നിങ്ങളെപ്പോഴും ഇനി അവനോട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. അവനിപ്പോൾ ഓക്കെ, ഒരു പ്രശ്നമില്ല, ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇനി അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ അവനോട് ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ കെവിൻ എന്ന് ചോദിക്കുമ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ, ഞാനെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് കെവിൻ പോകുന്നുണ്ട്. കെവിൻ പോയതിന് ശേഷം ദേവിക മുരളിയോട് പറയുന്നുണ്ട്, എന്തായാലും കെവിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ സമാധാനമായി മുരളിയേട്ട, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മുരളിയാണെങ്കിൽ എന്നാൽ കയറിക്കോ മേഡെന്ന് പറയണം. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, എന്നെ മേഡെന്ന് വിളിച്ച് അപമാനിച്ചത് കൊണ്ട് ഇന്ന് നീ വീട്ടിലേക്ക് പോകണില്ല, നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാമെന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി ഓഫീസിലോട്ട് ചെല്ലുന്നുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പം ദേവികയെ കാണാനായിട്ട് അവിടെ CP വെയിറ്റ് ചെയ്യുന്നുണ്ട്. CPയെ കണ്ടതും ദേവിക അടുത്തേക്ക് എന്നിട്ട് സാറെന്താ ഇവിടെയെന്ന് വയ്ക്കുമ്പം എനിക്ക് മേഡത്തെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതെന്ന് പറയുമ്പം സാറെന്തിനാ എന്നെ മേഡെന്നൊക്കെ വിളിക്കണേ, പഴയതുപോലെ തന്നെ ദേവിക എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ദേവിക ശരിയാവുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ MLA അല്ലേ, അതുകൊണ്ട് മേഡം തന്നെ വിളിക്കണുള്ളൂ, എന്നാലും സാറ് വന്ന കാര്യം പറയാമെന്ന് പറയുമ്പം ഋഷിയെ കാണാനില്ല എന്നുള്ള വിവരം മേഡം അറിഞ്ഞു കാണുമല്ലോ, പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവർ പറയണത് ഋഷി എവിടെയെങ്കിലും പോയതായിരിക്കും, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്വേഷണം ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ് DYSP എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ഇന്നലെ അരുന്ധതി മേഡം വിളിച്ചിരുന്നു, അപ്പോഴാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഋഷിയെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഋഷി എവിടെയെങ്കിലും ടൂറിലായിരിക്കുമെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ മേഡം ആകെ ടെൻഷനിലാന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് സാറ് ടെൻഷനാവണ്ട, എന്തായാലും ഞാൻ ആ DYSP ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന്. പിന്നീട് CP പോയതിന് ശേഷം ഈ ദേവികയും മുരളിയും കൂടി വീട്ടിലോട്ട് പോകുന്നുണ്ട്. ദേവികയെ വീട്ടിലിറക്കി വിട്ടിട്ട് മുരളി ഇനി എപ്പോഴാണ് വരണേന്ന് വെച്ചാൽ വിളിച്ചാൽ മതി, ഞാൻ പോയിക്കോട്ടെ എന്നും ചോദിച്ച് പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദന അങ്ങോട്ട് വന്നതും മുരളി പോകുന്നതാണ് കാണുന്നത്. അന്നേരം ദേവികയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ മുരളി കയറാണ്ട് പോയെന്ന് ചോദിക്കുമ്പം ഒന്നും ആയിട്ടല്ല, നന്ദു എന്താ മുരളിയേട്ടനോട് ഇപ്പോൾ ഒരകൽച്ച കാണിക്കുന്നുണ്ടെന്ന് മുരളിയേട്ടൻ പറഞ്ഞല്ലോ, മുരളിയേട്ടന് ആകെ ബുദ്ധിമുട്ടാണ്, നന്ദുവിന് വലിയ പൈസയുള്ള കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പം മുരളിയേട്ടൻ സുഹൃത്താന്ന് പറയാൻ നാണക്കേടാന്ന് മുരളിയേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞു, അതെനിക്ക് കുറച്ച് മാനസികമായിട്ട് വിഷമത്തിലിരുന്നുകൊണ്ടല്ലേ ഞാൻ അവനെ മൈൻഡ് ആക്കാതിരുന്നത്, അല്ലാതെ എനിക്ക് അവനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്തായാലും മുരളിയേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, അത് നന്ദു എത്രയും പെട്ടെന്ന് തിരുത്തണം, നമ്മളുടെ എല്ലാ ആപത്ത് സമയത്തും നമ്മുടെ കൂടെ നിന്നേക്കണ ആളാണ് മുരളിയേട്ടൻ, അതുകൊണ്ട് നന്ദു ഇന്ന് തന്നെ മുരളിയേട്ടനെ ഒന്ന് പോയി കാണണമെന്ന്, എന്നാൽ ഞാൻ പോയി കാണാൻ ദേവി എന്നും പറഞ്ഞുകൊണ്ട് നന്ദന അപ്പം തന്നെ മുരളിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവി ആണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ പ്രഭാവതിയോട് ഭാർഗവി ചോദിക്കുന്നുണ്ട്, പ്രഭകുഞ്ഞിന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നുമില്ല ഭാർഗവി എന്ന് പറയുന്നു. ആ സമയത്ത് അതൊന്നും അല്ല, പ്രഭകുഞ്ഞിൻ്റെ രീതികൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, മുരളി പറഞ്ഞല്ലോ പ്രഭകുഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കാമെന്ന്, എന്താണെങ്കിലും എന്നോട് പ്രഭകുഞ്ഞെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് ആ ഋഷിയെ കാണാനില്ലല്ലോ, അതൊക്കെ ഓർത്തിട്ടൊരു വിഷമമെന്ന് പറയുമ്പം അതിന് അവനെ കാണാനില്ല എന്നും പറഞ്ഞ് ചന്ദ്രോത്തുള്ളവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ, പിന്നെ എന്തിനാ പ്രഭകുഞ്ഞ് ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിക്കുമ്പം എന്നാലും അങ്ങനെയല്ലല്ലോ ഭാർഗവി, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ അവനെ കാണാണ്ടായ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലേക്കല്ലേ ആൾക്കാർ വയ്ക്കുള്ളൂ എന്ന് പറയുമ്പം അവൻ മരിക്കേണ്ടവനായിരുന്നു, ചിലപ്പോൾ അവൻ മരിച്ചു കാണുമായിരിക്കും, അതിന് പ്രഭകുഞ്ഞിന് എന്താ പ്രശ്നം, അവൻ ചത്ത് തൊലഞ്ഞെങ്കിൽ തൊലയട്ടെ എന്നൊക്കെ ഇങ്ങനെ ഭാർഗവി പറയുമ്പം പ്രഭയ്ക്ക് അത് കേട്ടിട്ടാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാലും അവനക്കൊരു അമ്മയില്ലേ, അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ, ഋഷി മാത്രമല്ലേ ഉള്ളൂ, അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു അമ്മ എങ്ങനെ സഹിക്കുമെന്ന് പറയുമ്പം അവൾ തന്നെയല്ലേ ആ ഋഷിയെ ഇങ്ങനെ വളർത്തിയത്, നമ്മുടെ പുറകെ എത്ര പ്രാവശ്യം അവൻ കൊല്ലാൻ വന്നു, എന്നിട്ടും തിരിച്ചൊന്നും ചെയ്തില്ലല്ലോ, ഇപ്പോൾ ദൈവമായിട്ട് തന്നെ അവനക്ക് എന്തെങ്കിലും പണി കൊടുത്തതായിരിക്കും, അതൊന്നും ഓർത്ത് പ്രഭകുഞ്ഞ് ടെൻഷനാവണ്ടെന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദൻ ചെല്ലുന്നുണ്ട്.
നന്ദനെ കണ്ടതും ഗൗരി വാ നന്ദ കയറിയിരിക്കുന്നു പറഞ്ഞ് വിളിച്ചവിടെ ഇരുത്തിയതിന് ശേഷം നന്ദൻ ചോദിക്കുന്നുണ്ട് മുരളി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഇല്ല മുരളിയേട്ടൻ ഇപ്പോൾ പുറത്തേക്ക് പോയതാ ഇപ്പോൾ തന്നെ വരുമായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട് നന്ദുവിന് എന്താ പ്രശ്നമൊക്കെ മാറിയോ ഇപ്പോൾ ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരി വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ നന്ദു എന്ന് ചോദിക്കുമ്പോൾ ഗൗരി എന്തിനാ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ല ഋഷിയെ കാണാനില്ല എന്ന് പറഞ്ഞല്ലോ, അത് മാത്രമല്ല ചന്ദ്രോത്തുള്ളവരും ഋഷിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ചന്ദ്രോത്തുള്ളവരുടെ തലയിലേക്ക് കെട്ടി വയ്ക്കൂലേ ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ ഗൗരി, എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനാലേ തന്നെ എനിക്കിവിടെ തലക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുവാന്നും പറഞ്ഞ് ഈ നന്ദൻ ദേഷ്യപ്പെടുമ്പം ഗൗരിയാണെങ്കിൽ ആകെ ഇങ്ങനെ അമ്പരന്ന് പോകും. ഒരിക്കലും നന്ദൻ ഇതുപോലെ ദേഷ്യപ്പെട്ട് ഗൗരി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൗരി നന്ദനോട് ചോദിക്കുന്നുണ്ട് അതിന് നന്ദനെ എന്തിനാ നന്ദ ഇങ്ങനെ ദേഷ്യപ്പെടണേന്ന് ചോദിക്കുമ്പോൾ എവിടെ ചെന്നാലും ഋഷി എന്നുള്ളൊരു പേരേ കേൾക്കാനുള്ളൂ, എപ്പോഴും എല്ലാവരും എന്നോടത് പറയണേ എന്തിനാന്ന് ചോദിക്കണം. ഇങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മുരളി അങ്ങോട്ട് വരുന്നുണ്ട്. മുരളിയാണെങ്കിൽ നന്ദൻ്റെ ഒച്ചപ്പാട് കേട്ടിട്ട് ഇവൻ എന്തിനായിരിക്കുമോ ഗൗരിയോട് ദേഷ്യപ്പെടണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മുരളി വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദ നീ എന്താ ഒച്ച എടുക്കണേ, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല മുരളി ആരോട് ചോദിച്ചാലും ഋഷിയുടെ കാര്യം എല്ലാവർക്കും എന്നോട് ചോദിക്കാനുള്ളൂ, എല്ലാവരും എന്തിനാണ് എന്നോട് ഋഷിയുടെ കാര്യം ചോദിക്കണേ, ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത്, ദേവി ഇന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഞാൻ നിന്നെ മൈൻഡ് ചെയ്യണില്ല സംസാരിക്കണില്ല എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ നിൻ്റെ പരാതി തീർക്കാമെന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഗൗരി എന്നോട് ഋഷിയുടെ കാര്യം ചോദിക്കണേ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ഇത് കേട്ടത് മുരളിയാണെങ്കിൽ ഇങ്ങനെ ആകെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം മുരളി ചോദിക്കുന്നുണ്ട് ഋഷിയുടെ കാര്യം ചോദിക്കുന്നതിന് നീ എന്തിനാ നന്ദാ ദേഷ്യപ്പെടണേന്ന് ചോദിക്കുമ്പം എനിക്കിഷ്ടമല്ല, എവിടെ ചെന്നാലും ഋഷിയുടെ കാര്യം മാത്രമേ കേൾക്കാനുള്ളൂ എന്ന്. ഇത് കേട്ടത് മുരളിക്കും ഗൗരിക്കൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിയെ നന്ദനെങ്ങാനും അപായപ്പെടുത്തിയതാണോ എന്ന്. അങ്ങനെ ഇവർ പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും നന്ദനോടൊന്നും ചോദിക്കണില്ല. പിന്നീട് നന്ദ നീ എന്തെങ്കിലും ദേഷ്യപ്പെടണേ, നീ ഇവിടെ ഇരുന്നേ, എത്ര ദിവസമായി നിന്നോട് മര്യാദക്കൊന്നും സംസാരിച്ചിട്ടെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട് അമ്മയുടെ സങ്കടവും വിഷമവും ഇതുവരെ മാറിയില്ലേ, നന്ദു ഓക്കെ ആയല്ലോ, കെവിനെ കണ്ടപ്പം കെവിനും പറഞ്ഞു ഓഫീസിൽ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി ഒന്നും പറയണില്ല, ഒന്നുമില്ല മോളേന്ന് തന്നെ പറയണേ. ഈ സമയത്ത് സിദ്ധാർത്ഥൻ വരുമ്പോൾ ദേവിക സിദ്ധാർത്ഥനോടും പറയുന്നുണ്ട് അച്ഛാ അമ്മയ്ക്ക് എന്താ പറ്റിയ, 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു, അമ്മ ആകെ മൂഡ് ഓഫാ, പഴയ അമ്മയെ അല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അമ്മ എന്തോ ഒരു രഹസ്യം മറച്ചു വയ്ക്കുന്നുണ്ട് അച്ഛാ, അതിൻ്റെ വിഷമം അമ്മ ഈ കാണിക്കണേന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു പ്രഭേ തനിക്ക് എന്താ പറ്റിയ, തൻ്റെ ഉഷാറും ഉത്സാഹവും ഒക്കെ എവിടെ പോയി, തനിക്കിപ്പോൾ ഒരു മൂഡും ഇല്ലല്ലോ, എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചിരിക്കണേലോ കാണണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഒന്നുമില്ല സിദ്ധു, എനിക്ക് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ടെൻഷനായിട്ട് ഞാനിരുന്നതാണ്, അതിനിപ്പോൾ ഇവിടെ എന്ത് പ്രശ്നമുള്ളത്, നന്ദനം ഓക്കെ ആയല്ലോ, പിന്നെ എന്തിനാ തനിക്ക് ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ ആ ഋഷിയെ കാണാനില്ലല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് ടെൻഷനാണെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതിന് താൻ എന്തിനാ ടെൻഷൻ അടിക്കണേ, ഋഷിയെ കാണാത്തതും തൻ്റെ ടെൻഷനും തമ്മിൽ എന്താ ബന്ധം, അവനെ കണ്ടില്ലെങ്കിൽ പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട് കണ്ടുപിടിച്ചോളൂ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതല്ല സിദ്ധു, എന്തായാലും ആൾക്കാർ നമ്മളെ സംശയിക്കില്ലേ, അരുന്ധതി ഞാനും തമ്മിൽ ശത്രുതയിലാണെന്നും ഋഷി എന്നെ പല പ്രാവശ്യവും കൊല്ലാൻ നോക്കി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംശയം നേരെ വരുന്നത് നമ്മൾക്കായിരിക്കും, അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മ അങ്ങനെ ടെൻഷനാവുമൊന്നും വേണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ എന്ന്. പിന്നീട് ദേവിക പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മയൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ, അപ്പോൾ അമ്മയുടെ എല്ലാ വിഷമങ്ങളും മാറുമെന്ന്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ ചെന്ന് പ്രഭാവതി ഇങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ, പക്ഷേ അവൻ മനഃപൂർവ്വം ചെയ്തതല്ല ഭഗവാനെ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ, എന്തായാലും ഭഗവാൻ അവനോട് പൊറുക്കണം, നിയമവും കോടതിയും ഒന്നും അല്ല എനിക്ക് പേടി, എനിക്ക് ദൈവത്തിൻ്റെ കോപം മാത്രമേ പേടിയുള്ളൂ, ദൈവം അവനോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാണെന്നും പറഞ്ഞ് കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ നിന്നിങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി നോക്കുമ്പം കത്തി നിന്ന നിലവിളക്ക് കെട്ടുപോകുന്നുണ്ട്. അത് കണ്ടതും പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെ പ്രഭാവതി
വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചോ, എൻ്റെ മകനെ വെറുതെ വിട്ടേരെ, അവർ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, എൻ്റെ മോനും മോളും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം, എന്ത് ശിക്ഷയാണെങ്കിലും എനിക്ക് തന്നേരെ, ഞാൻ സ്വീകരിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ ഇസബെല്ല കെവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കെവിനെ കണ്ടതും ഇസബെല്ല ചോദിക്കുന്നുണ്ട്, എന്തായി കെവിൻ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കൂലേ എന്ന് ചോദിക്കുമ്പം കെവിൻ ഇസബെല്ലയോട് പറയുന്നുണ്ട്, അതിനെന്താ ഇസബെല്ല നിനക്ക് ഇത്ര സംശയം, നീ എന്താഗ്രഹിക്കുന്നോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ രണ്ടുപേരും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അത് കേട്ടതും നമ്മളുടെ ഇസബെല്ല സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.